പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരമ്മ 12 വയസ്സുള്ള, ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണില്ലാത്ത, കൺതടമില്ലാത്ത, കൺപോളയില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ നേരെ കയറി വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ചില്ലേ വേദപുസ്തകത്തിൽ കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്, ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ല, കൺപോളയില്ല, കൺതടമില്ല, ദശ കൊണ്ട് മൂടിയിരിക്കുന്നു. പാസ്റ്റർ പ്രസംഗിച്ച ദൈവം ജീവനിട്ടെങ്കിൽ അങ്ങൊന്ന് ഉയർപ്പിക്ക. പാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ യേശു മരിച്ചിട്ടില്ല ആന്റി, എന്റെ യേശു മരിച്ചിട്ടില്ല. ഞാന് കേരളത്തിന്റെ കണ്ണോടെ ഇരിക്കുക. ആമേൻ. ഇവിടെ ഒന്നുമല്ല, യൂറോപ്പിൽ ഒരു മീറ്റിംഗിൽ വെച്ച ആ മീറ്റിംഗിൽ ഞാനും ഉണ്ട്. ആമേൻ. ഈ ദൈവദാസൻ പതുക്കെ ഈ ആന്റിയെ മുന്നോട്ട് വിളിച്ച, കൊച്ചിനെ മുന്നോട്ട് വിളിച്ചിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു, മൈക്കൊരുത്തുന്ന കൈ കൊടുത്തു, 2 കൈയും ആ കൺതടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുപ്പച്ച അങ്ങയുടെ വചനം പറയുന്നു കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്, ഞാനും വിളിച്ചു പറയുന്നു കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനങ്ങ് നിലത്തങ്ങ് സ്പ്രിങ് പോലെ ചാടാൻ തുടങ്ങി. ചാടി അവന് എന്താന്നറിയില്ല. ഈ പാഷ കൈയെടുത്തപ്പോ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഇവൻ അമ്മയെ കയറി അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു. ഇവൻ ഉറക്കെ പറഞ്ഞു, അമ്മ എനിക്കിപ്പോ കണ്ണ് കാണാ. കൺപോള ഇല്ലാത്തടത്ത്, കണ്ടടമില്ലാത്തടത്ത് കൺപോള ഉളവായി വന്നു. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അഭിഷിക്തനെ, ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഞാൻ ആ മീറ്റിംഗ് കൂടാൻ പോയതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ മീറ്റിംഗിൽ ഏറ്റവും പുറകിൽ 1500 പേരുടെ ഏറ്റവും പുറകിൽ ഞാൻ ആ മീറ്റിംഗിൽ ഇരിക്കുക. ഈ ദൈവദാസൻ പ്രസംഗിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഒരു വ്യക്തിയായി ഞാൻ എന്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, കേരളക്കരയിൽ ഇതുപോലെ അഭിഷേകമുള്ള ഒരുവനെ വേണം കർത്താവേ, അങ്ങയ്ക്ക് ഹിതമെങ്കിൽ എന്നെ ഒന്ന് തൊടണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ സേവിക്കുന്ന ദൈവവും എന്റെ ദൈവവും ഒരപ്പനാണ്. ഏലിയാവിന്റെ ദൈവം തന്നെയാ എന്റെ ദൈവം. ഒരല്ലല്ലോ എന്ന് പറ. ഞാൻ കർത്താവേ, ആ മനുഷ്യനിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ 1500 പേരുടെ പുറകിലിരിക്കുന്ന എന്നെ വിളിച്ച് ആ മനുഷ്യൻ പ്രാർത്ഥിക്കണം. എന്റെ അടുത്തുള്ള പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ കണ്ടോ, ആ ദൈവദാസൻ ഇപ്പൊ എന്നെ മുന്നോട്ട് വിളിക്കും. ആമേൻ. 2 പേരുണ്ട്. 2 പേരോടും പറഞ്ഞു, ഈ പുള്ളി പ്രസംഗം കഴിഞ്ഞ് ശക്തമായ വചന ശുശ്രൂഷയാ. പ്രസംഗം കഴിഞ്ഞ് മൈക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോയി. പോയപ്പോൾ എന്റെ കൂടെ ഇരുന്ന ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റല്ലേ പറഞ്ഞത് പുള്ളി പാസ്റ്ററിനെ മുന്നോട്ട് വിളിക്കുമെന്ന്. ദാ പോകുന്നു. പുള്ളി പോയി സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി തിരിച്ച് കയറി വന്നു. മൈക്കെടുത്തിട്ട് എന്റെ നേരെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ആ മാൻ ഓഫ് ഗോഡ് കം ഫോർ